എല്ലാവർക്കും നമസ്കാരം. പഞ്ചാക്ഷരി മന്ത്രമായ നമഃശിവായ എന്ന മന്ത്രത്തിന് അഗസ്ത്യ ഭഗവാൻ കൊടുത്ത ഡെഫിനിഷൻ എന്തായിരുന്നു എന്നും നമഃശിവായ മന്ത്രം എങ്ങനെയൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക് മേൽഗതി ഉണ്ടാകുമെന്നും ഉള്ള കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഇന്റർനെറ്റിൽ അധികം കേട്ടിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരാള് പറഞ്ഞ കാര്യം തന്നെ വീണ്ടും ഇവിടെ പറഞ്ഞ് ആവർത്തന വിരസത ഉണ്ടാവാതിരിക്കാനായിട്ട് പുതിയ കാര്യങ്ങളാണ് എപ്പോഴും ചാനലിൽ ഉൾപ്പെടുത്താൻ നോക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കാരണം ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് ചിലപ്പം യാദൃച്ഛികമായിട്ടായിരിക്കാം. പിന്നീട് നിങ്ങൾക്ക് ഇതിന്റെ അപ്ഡേറ്റ്സുകൾ കിട്ടണമെങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അപ്പൊ എല്ലാ ശിവഭക്തന്മാർക്കും ചാനലിലേക്ക് സ്വാഗതം. നമസ്കാരം. നമഃശിവായ മന്ത്രരഹസ്യങ്ങൾ. നിങ്ങൾ ഇതുവരെ അധികം അറിയാത്ത അഥവാ അറിയപ്പെടാത്ത ശിവതത്വങ്ങൾ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പരിശുദ്ധ ശിവമന്ത്രമായ ഓം നമഃ ശിവായ എന്ന മന്ത്രമാണ്. പഞ്ചാക്ഷരി മന്ത്രം എന്ന് പ്രസിദ്ധമായ ഈ മന്ത്രത്തിൽ പ്രപഞ്ചശക്തികൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ശക്തിവിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓം എന്നാൽ മൂന്ന് മൂർത്തികളും പിന്നെ അവ്യക്തവും എന്നാൽ വ്യക്തവുമായ ശ്രീ പരമാത്മാവും കൂടി ചേർന്ന് വിളങ്ങുന്ന മൂന്ന് കാലങ്ങളെയും ഉൾക്കൊള്ളുന്ന ബീജമന്ത്രമാണ്. ആ ബീജത്തോടൊപ്പമാണ് നമഃശിവായ എന്ന ദിവ്യമന്ത്രം ചൊല്ലുന്നത്. മന്ത്രം എന്ത് എന്ന് അറിഞ്ഞു ഉപാസിച്ചാൽ ഫലം വർദ്ധിക്കുന്നതാണ്. മഹാഋഷിയായ നമ്മുടെ യോഗീശ്വരനായ ശ്രീ അഗസ്ത്യ ഗുരുവിന്റെ അഭിപ്രായത്തിൽ നമഃശിവായ എന്നാൽ അത് നാം ഓരോ മനുഷ്യനും ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം തന്റെ ദൈവീക കൃതികളിൽ ഇങ്ങനെ പറയുന്നു: എല്ലാത്തിനും അടിസ്ഥാനമായ മായയിൽ തുടങ്ങി നാ എന്ന കാലുകളായി ഭവിച്ചത് ശിവനെ അങ്ങു തന്നെ. അത് മനുഷ്യന്റെ കാലുകളാണ്. ചലന സ്വഭാവത്തെ സൂചിപ്പിക്കുന്നതും ന അഥവാ ഇല്ലാത്തതുമായ മായയെ ഇത് കുറിക്കുന്നു. യാതൊന്ന് സ്വയം ഇല്ലാതായി മാറുന്നുവോ അത് മായ. മായ എന്ന തത്വം ഭൂമിയെ കുറിക്കുന്നു. ഭൂമി എപ്പോഴും ചലിച്ചും കൊണ്ടിരിക്കുന്നു. അത് ന എന്ന അക്ഷരം കൊണ്ട് അറിയപ്പെടുന്നു. പഞ്ചഭൂതങ്ങളിൽ ഭൂമിയായി അടയാളപ്പെടുത്തുന്നു. അപ്പോൾ നമ്മൾ പഞ്ചഭൂതങ്ങളിൽ ഉള്ള അടിസ്ഥാനമായ ഭൂമിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി മാ എന്ന ശബ്ദമാണ്. നമഃശിവായയിൽ നാ പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് മാ എന്ന ശബ്ദം ആണ്. മാ എന്നാൽ നമ്മുടെ വയർ എന്നാണ് അഗസ്ത്യ ഭഗവാൻ പറയുന്നത്. അത് നമ്മുടെ വയറാകുന്നു. മാ എന്നാൽ എന്റെ എന്ന ഒരു അർത്ഥം മാത്രമല്ല ഉള്ളത്. നമ്മെ നാമാക്കി നിർത്തുന്ന ജഡരാഗ്നിയാണ് ഈ മാ. മാത്രമല്ല മാ എന്ന അക്ഷരത്തിന് ഇരുൾ എന്നും അർത്ഥമുണ്ട്. അപ്പോൾ നമ എന്നാൽ ഇരുളില്ലാത്തത് എന്ന് വരുന്നു. അപ്പോൾ പ്രകാശമുള്ളത്, അതായത് അഗ്നി എന്ന് വരുന്നു. അപ്പോൾ അഷ്ടദിക്പാലകന്മാരിൽ തെക്കുകിഴക്കേ ദിക്കിന്റെ അധിപനായ പഞ്ചഭൂതങ്ങളിൽ ഒന്നായ അഗ്നിയും ഈ ഞാൻ തന്നെ. അതുകൊണ്ടാണ് ഗണപതിയുടെ വയർ വലുതെന്ന് പറയുവാൻ കാരണം ഗണപതി സാക്ഷാൽ അഗ്നി തന്നെയാണ്. അടുത്തത് ശി എന്ന ശബ്ദം. അത് രണ്ടും നമ്മുടെ കൈകൾ എന്നാണ് ശ്രീ അഗസ്ത്യ ഭഗവാൻ പറയുന്നത്. ഭാഗ്യവും ശുഭവും രണ്ട് കൈകളിലായി വിളങ്ങുന്നു. എപ്പോഴും ചലിക്കുന്ന ഈ കൈകൾ വായുവിനെ കുറിക്കുന്നു. അപ്പോൾ പഞ്ചഭൂതങ്ങളിൽ ഭൂമി നമ്മുടെ കാലായും മാ എന്ന അഗ്നി ഉദരമായും ശി എന്ന ശബ്ദം വായുവായും കൈകളായും ഇരിക്കുന്നു. കൈകളിൽ ഈ വായുതത്വം ഉള്ളതിനാലാണ് കൈകൊണ്ട് നമുക്ക് ചൂണ്ടുമർമ്മം ചെയ്യുവാനും സ്തംഭിപ്പിക്കുവാനും സംരക്ഷിക്കുവാനും രക്ഷിക്കുവാനും സാധിക്കുന്നത്. കൈകളിൽ തള്ളവിരലും ചൂണ്ടുവിരലും വായു സ്ഥാനങ്ങളാണ്. ഇനി പറയുന്നത് വാ എന്ന ശബ്ദമാണ്. വാ നമ്മുടെ വായയാണെന്ന് അഗസ്ത്യർ പറയുന്നു. ഇത് ജലതത്വമാണ്. വായിൽ ജലമില്ലെങ്കിലുള്ള അവസ്ഥ നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കുക. നമുക്ക് ശ്വാസം വിടുവാൻ പോലും ബുദ്ധിമുട്ടാകും. അപ്പോൾ പഞ്ചഭൂതങ്ങളിൽ ജലമായി വായായി അമൃതമയമായിരിക്കുന്നത് നമ്മുടെ സ്വന്തം വാ തന്നെയാണ്. അടുത്ത അക്ഷരം യാ എന്ന ശബ്ദമാണ്. അത് നമ്മുടെ തിരുനെറ്റിയെ കുറിക്കുന്നു. നമ്മുടെ നെറ്റി അഥവാ തലയാണ് യാ എന്ന ശബ്ദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അത് ആകാശമയമാണ്. ഈ ആകാശം ചിതാകാശമാണ്, അനന്തമാണ്, ആനന്ദമാണ്. ഇത് രണ്ടും
ഒന്നാണ്. നമ്മുടെ 2 ചെവികൾ ഇതുമായി അധികം ബന്ധമുണ്ട്. അത് ഈ ആകാശ തത്വത്തെ സൂചിപ്പിക്കുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ആയതിനാലാണ് ചെവിക്ക് കർണം എന്ന് പറയുന്നത്. തപസ് അല്ലെങ്കിൽ ധ്യാനം മുതലായ ക്രിയകൾ ചെയ്യുന്നവർക്ക് കർണം വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ആയതിനാലാണ് ഋഷികൾ കർണനെ ജയിച്ചാൽ യുദ്ധം ജയിക്കാമെന്ന് പറഞ്ഞ ആ കഥ തത്വാർത്ഥമാണ്. അപ്പോൾ നാം നമഃശിവായ എന്ന ദിവ്യമന്ത്രം എന്താണ് എന്ന് ഒരു പരിധിവരെ അറിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ അറിയാൻ ഈ മന്ത്രത്തെ നിത്യവും മനസ്സുകൊണ്ട് ചൊല്ലി പരിശീലിക്കേണ്ടതാണ്. മനഃശുദ്ധിയോടെയും ശരീരശുദ്ധിയോടെയും മന്ത്രങ്ങൾ ചൊല്ലുവാൻ ശ്രമിക്കണം. മന്ത്രങ്ങൾ മനസ്സുകൊണ്ട് ഉരുവിട്ട് മനസ്സുറപ്പ് നേടണം. കാമക്രോധങ്ങളോ അനിഷ്ടകർമ്മങ്ങളോ മന്ത്രം ചൊല്ലുന്നവർ സ്വീകരിക്കരുത്. ഓം നമഃശിവായ എന്ന മന്ത്രത്തോടൊപ്പം ഹ്രീം ചേർത്ത് ഓം ഹ്രീം നമഃശിവായ എന്ന് ചൊല്ലുന്നത് ശത്രുദോഷങ്ങൾ ഇല്ലാതാക്കാനും വേഗം കാര്യസിദ്ധി ഉണ്ടാകാനും ഉത്തമമാണ്. തൈറോയിഡ് പോലുള്ള രോഗങ്ങളുള്ളവർ ഓം നമഃശിവായ എന്ന മന്ത്രം 8 ആകൃതിയിൽ നടന്നുകൊണ്ട് ചൊല്ലുന്നത് വലിയ നേട്ടമാണ്. ഇങ്ങനെയുള്ള അസുഖങ്ങളിൽ കുറഞ്ഞത് അരമണിക്കൂർ വരെ മനസ്സിൽ ചൊല്ലിക്കൊണ്ട് നടക്കേണ്ടതാണ്. ആഹാരം കഴിക്കും മുന്നേ അതിന്റെ വിഷാംശം നീക്കുവാൻ മനസ്സിൽ 12 പ്രാവശ്യം ജപിച്ച് വെള്ളം തെളിച്ച് ഭക്ഷണം കഴിക്കുന്നത് ഉചിതമാണ്. എപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴും കാലുകൾ നല്ലതുപോലെ കഴുകി ഈറനോടെ ഭക്ഷണം കഴിക്കുന്നതാണെങ്കിൽ അവന് പ്രമേഹം പോലുള്ള അസുഖങ്ങളൊന്നും വരില്ല. അവൻ ദീർഘായുസ്സായി ഭവിക്കുന്നതാണ്. ഹോമം പോലുള്ള കർമ്മങ്ങളിൽ ശിവഭഗവാന് കൂവളം, കറുക, എള്ള്, ചന്ദനം മുതലായവ ഹോമിക്കുന്നത് ശ്രേയസ്കരമാണ്. ശ്രീനാരായണനും ശ്രീരാമനും സമ്മേളിക്കുന്ന ഈ നമഃശിവായ സർവകാലവും ശുഭവും ഭാഗ്യദായകവും മോക്ഷദായകവുമാണ്. വീഡിയോ ഭക്തന്മാർക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഹോമങ്ങളെക്കുറിച്ച് മറ്റൊരു വീഡിയോ ഇടാമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. സ്നേഹത്തോടെ ഓം ശാന്തി ശാന്തി ശാന്തി.